മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടി കടന്നാൽ കേന്ദ്ര ജല കമ്മീഷൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ജലനിരപ്പ് ഉയർന്നിട്ടും കൊണ്ടുപോകാവുന്നത്ര ജലം തമിഴ്നാട് കൊണ്ടുപോകുന്നില്ലെന്ന് ഹർജിയിൽ കേരളം ചൂണ്ടിക്കാട്ടും. അതേസമയം ഇക്കാര്യത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 142 അടിയായി ഉയർന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്കുണ്ടായ ആശങ്ക സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. 4 ജില്ലകളെ അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ കഴിയുന്ന ഒരു ബോംബാണ്, വാട്ടർ ബോംബാണ് എന്ന് അങ്ങ് ആവർത്തിച്ച് പറയുമ്പോഴും നിഷ്ക്രിയമായി നിസ്സഹായനായി ഈ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി. അതേസമയം ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ ഒറിജിനൽ പെറ്റീഷൻ ഫയൽ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സഭയെ അറിയിച്ചു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടി കഴിഞ്ഞാൽ കേന്ദ്ര ജല കമ്മീഷൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. തമിഴ്നാട് ഗവൺമെന്റുമായി ഒരു ധാരണ ഉണ്ടാക്കാൻ ഗവൺമെന്റ് എല്ലാവിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തി. അത് ഈ ഗവൺമെന്റ് മാത്രമല്ല, ഇതിനു മുമ്പത്തെ ഗവൺമെന്റുകളും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവര് ഒരു വിധത്തിലും അതിനോട് യോജിക്കില്ല. അതേസമയം സുപ്രീം കോടതി നിയോഗിച്ച മേൽനോട്ട സമിതി ശരിയായ നിലയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് മന്ത്രി പി.ജെ. ജോസഫ് പറഞ്ഞു. വീണ്ടും കേരളം ഉന്നയിക്കേണ്ടിയിരിക്കുന്ന ഇത്തവണത്തെ ചെന്നൈയിലെ മഴയുടെ പശ്ചാത്തലത്തിൽ ഏത് സമയത്തെങ്കിലും മഴ പെയ്യാം. അത് ഈ ഡാമിനെ അപകടത്തിൽപ്പെടുത്തും. 120 കൊല്ലം പഴക്കമുള്ള ഡാം. ഇനി അത്രയും പഴക്കമില്ലെങ്കിൽ ഡാം കവിഞ്ഞൊഴുകിയാൽ പിന്നെ ഒരു ഡാമും നിലനിൽക്കില്ല. അതേസമയം ജലനിരപ്പ് 136 അടിയായപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട മന്ത്രി ഇപ്പോൾ സുഖമായി ഉറങ്ങുകയാണെന്ന് വി.എസ്. അച്യുതാനന്ദൻ പരിഹസിച്ചു. സംസ്ഥാന സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കണമെന്നും വി.എസ്. ആവശ്യപ്പെട്ടു. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നത് 136 അടിയുടെ ഘട്ടത്തിലാണ്. 136 കഴിഞ്ഞ് 137 138 140 അപ്പോഴേക്ക് നമ്മുടെ മന്ത്രിയോ സുഖമായി ഉറങ്ങുകയായിരുന്നില്ലേ? എന്ത് നടപടിയെടുത്തു? നിയമ നടപടികൾ സ്വീകരിച്ച ശേഷം പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി സഭയ്ക്ക് ഉറപ്പ് നൽകി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല. സൈഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.